സുഹൃത്തുക്കളെ നമസ്കാരം. വിന്നേഴ്സ് ഓൺലൈൻ ഹണി അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹണി അറിവിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഭാഗം 6. തേൻ കേടാകുമോ? നമ്മുടെ എല്ലാവരുടെയും സംശയമാണ് തേൻ കേടാകുമോ. തേൻ കേടാകും, അതിൽ സംശയമില്ല. പക്ഷെ തേൻ കേടാവാതെ നല്ല ശുദ്ധമായിട്ടുള്ള തേനാണെങ്കിൽ ഒരുപാട് കാലം, വളരെ കാലം അത് ഇരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു, നമ്മൾ നല്ല എയർ ടൈറ്റിലേക്ക് ഇരിക്കുകയാണെങ്കിൽ, ശുദ്ധമായിട്ടുള്ള തേനാണെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അംശം, അതായത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ അതിൽ വരാതിരുന്നാൽ, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാതിരുന്നാൽ, അല്ലെങ്കിൽ നമ്മളതൊക്കെ കോരി കൊടുക്കുമ്പോൾ നനഞ്ഞ സ്പൂണൊക്കെ ഉപയോഗിക്കാതിരുന്നാൽ ഒരുപാട് കാലം തേൻ ഒരുപാട് കാലം ഇരിക്കുന്നുള്ളതാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, ചെറിയ പ്രായത്തിലൊക്കെ അന്നൊന്നും ഇന്നത്തെ പെട്ടിത്തേനുകളൊന്നുമില്ല. അന്നൊക്കെ ഈ ആദിവാസികളുടെ കയ്യിൽ നമ്മൾ വാങ്ങുന്ന കാട്ടുതേനാണുള്ളത്. ആ കാട്ടുതേനൊക്കെ ഒരുപാട് കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 വർഷമൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. 10 വർഷക്കാലമൊക്കെ നമ്മുടെ വീടുകളിലേക്ക് അന്നൊക്കെ അലമാരികളിൽ സൂക്ഷിച്ചായിട്ട് ഇരുന്നായിട്ട്. അന്നൊക്കെ കൂടുതൽ തേൻ ഉപയോഗിക്കുന്നത് മുറിവുകളൊക്കെ വന്ന തീപ്പൊള്ളലൊക്കെ ഏറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീപ്പൊള്ളൽ ഏറ്റ സ്ഥലങ്ങളിലേക്ക് പുരട്ടുന്നതിന് വേണ്ടി നമ്മളന്ന് തേൻ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നത്തെ പോലെ പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കുമ്പോൾ അതിൽ ചാലിച്ച്, നല്ല കയ്പുള്ള ഗുളികളൊക്കെ അതിൽ ചാലിച്ച് കഴിക്കാനൊക്കെയാണ് അന്ന് കൂടുതലും തേനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ കാലം, വർഷങ്ങളോളം എൻ്റെ വീട്ടിലൊക്കെ തേനുണ്ടായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ശുദ്ധമായിട്ടുള്ള തേനാണെങ്കിൽ വളരെ കാലം ഇരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നല്ല ഒരു കാലാവസ്ഥയിലല്ല, നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തേൻ കേടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ തേൻ കേടാകും. ശുദ്ധമായിട്ടുള്ള തേൻ ഒരിക്കലും കേടാവില്ല, ഒരുപാട് കാലം നിലനിൽക്കും. അത് നമ്മൾ ഉപയോഗിക്കുന്ന രീതി പോലെ ഇരിക്കും. അപ്പോൾ അടുത്ത ദിവസം ഒരു പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും മറക്കാതിരിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.